ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സൃഷ്ടപ്രപഞ്ചത്തിൽ തങ്ങൾക്കായി ഒരുക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ സസന്തോഷം ജീവിച്ച് സ്വർഗീയ ശോഭ പരത്തി നിത്യം നിലനിൽക്കുന്ന നന്മയുടെ നക്ഷത്രങ്ങളായി വിരാജിക്കുന്ന വിശുദ്ധരിൽ ഒരാളാണ് ആധുനിക യുഗത്തിൽ ജീവിച്ചു മരിച്ച വിസ്ത പാദ്രെ പിയോ. യുഗാന്ത്യത്തിലേക്ക് ചുവടുവെക്കുന്ന സഭയിൽ കൃപയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ പ്രത്യേകമാം വിധം വിളിക്കപ്പെട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധൻ 1887 മെയ് 22 തെക്കേ ഇറ്റലിയിലെ പിയാത്രൽ ചിന എന്ന ഗ്രാമത്തിൽ ദരിദ്ര കർഷകരായ ഗ്രാസിയോ ജുസപ്പെ ദമ്പതികളുടെ 9 മക്കളിൽ 4ാമനായി ജനിച്ചു. ഫ്രാൻസിസ്കോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. 9 വയസ്സായപ്പോഴേക്കും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പാത പിന്തുടരുന്ന ഫ്രാൻസിസ്കോയ്ക്ക് തൻ്റെ പ്രാർത്ഥന ആവശ്യമുള്ള അനേകം ആത്മാക്കൾ ഈ ലോകത്തിലുണ്ട് എന്ന ശക്തമായ ഒരു ബോധ്യം ലഭിച്ചിരുന്നു. ദിവ്യകാരുണ്യനാഥനോടും പരിശുദ്ധ അമ്മയോടുമുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വളർന്ന ഫ്രാൻസിസ്കോ തൻ്റെ 15ാമത്തെ വയസ്സിൽ മെൽക്കോണയിലെ കപ്യൂച്ചിൻ ആശ്രമത്തിൽ ചേർന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും അനുകരിച്ച ഫ്രാൻസിസ്കോ 1910 ഓഗസ്റ്റ് 10 തിരുപ്പട്ടം സ്വീകരിച്ച് പാദ്രെ പിയോ ആയിത്തീർന്നു. ദിവ്യകാരുണ്യനാഥനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിരന്തരം വളർന്ന പാദ്രെ പിയോ തൻ്റെ ജീവിതത്തിലുടനീളം ദിവ്യകാരുണ്യനാഥനിൽ ആശ്രയിച്ച് അവിടെ നിന്ന് ശക്തി സ്വീകരിച്ച് തൻ്റെ ജീവിതത്തിലൂടെ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. ദിവ്യകാരുണ്യം ദൈവിക ജ്ഞാനത്തിൻ്റെ നിക്ഷേപമാണ്. അത് ആത്മാക്കൾക്ക് ശക്തി സ്രോതസ്സാണ്. ദിവ്യകാരുണ്യനാഥനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച പാദ്രെ പിയോയെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അസാധാരണ ദൈവിക പ്രവർത്തനങ്ങളുടെ ഉപകരണമായി അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു. ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് അനേകം കൃപകൾ അദ്ദേഹത്തിലേക്ക് കവിഞ്ഞൊഴുകുകയായിരുന്നു. ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള കൃപ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചറിയാനുള്ള അസാധാരണമായ ദൈവിക കൃപയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അനേകം ആത്മാക്കളെ മാനസാന്തരത്തിലേക്ക് സത്യവിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിശുദ്ധ കുംഭസാരത്തിലൂടെ അനേകം ആത്മാക്കളെ മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് അദ്ദേഹം നയിച്ചു. ദിവ്യകാരുണ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ശക്തി സ്രോതസ്സായി താങ്ങും തണലുമായി കൂടെയുണ്ടായിരുന്നു. ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് ശക്തിയും കൃപയും സ്വീകരിച്ച് ആഘോഷമായ വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ അനേകായിരങ്ങളെ ദിവ്യകാരുണ്യനാഥനിലേക്ക് അടുപ്പിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വിശുദ്ധ കുർബാനയുടെ ഒരു വലിയ ജീവിതം തന്നെയായിരുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് കൃപ സ്വീകരിച്ച് ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിന്ന അദ്ദേഹത്തെ തൻ്റെ തിരുമുറിവുകളിൽ ഭാഗഭാക്കാകുവാൻ ദിവ്യകാരുണ്യനാഥൻ തിരുമനസ്സായി. പഞ്ചശതങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ഈശോയുടെ തിരുമുറിവിൽ ഭാഗഭാക്കാക്കുകയും ചെയ്ത വിശുദ്ധൻ തനിക്ക് പഞ്ചശതങ്ങൾ ലഭിച്ചതിൻ്റെ സുവർണ ജൂബിലി വർഷത്തിലെ സ്വർഗപിതാവിൻ്റെ സവിധത്തിലേക്ക് യാത്രയാകുന്നതും. വിശുദ്ധൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു സത്യമുണ്ട്. ദിവ്യകാരുണ്യനാഥനോട് ദിവ്യകാരുണ്യ തണലിൽ ചേർന്ന് നിന്നുകൊണ്ട് ഒരു ജീവിതം നയിക്കാൻ. അതെ, ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൻ്റെ നാം ഓരോരുത്തരും ആയിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു താങ്ങും തണലുമായി ഒരു ശക്തി സ്രോതസ്സായി നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നാം സമർപ്പിച്ചാൽ, ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് അവിടുത്തോട് പങ്കുവെച്ചാൽ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടേതായ ചുറ്റുപാടുകളിലെ മറ്റുള്ളവരുടെ വേദനകൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, അത് നാം പങ്കുവെച്ചാൽ അവിടുന്ന് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. അതെ, ദിവ്യകാരുണ്യമെന്ന മഹാ അത്ഭുതം അനേകരുടെ ജീവിതങ്ങളിൽ ഇന്ന് സൗഖ്യമാണ്, ശാന്തിയാണ്.
വലിയ കാരുണ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെയൊക്കെ അനുഭവമാണ്. നമുക്കും ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ ഈ ഭൂമിയിലെ ഓരോ ദിവസത്തിനും ഒരു തിരുവോസ്തി നമുക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാം. വിശുദ്ധ പാദ്രി പിയോയെ പോലെ ദിവ്യകാരുണ്യനാഥനോട് ചേർന്നുകൊണ്ട് അവിടെ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കാൻ നമുക്കും സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.